നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങളെന്നോട് ക്ഷമിക്കണം കേട്ടോ. ഈ ലൈലി ചേച്ചി എവിടെ പോയി? ഞങ്ങൾ കാത്തിരുന്ന് മടുത്ത് കാണാനില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ വിഷമിച്ചല്ലേ? ഏതായാലും നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്തതല്ലേ, ഒരിക്കലും ഞാൻ നിങ്ങളെ വിട്ടു പോകില്ല കേട്ടോ. നിങ്ങളോടൊത്ത് തന്നെ ഞാൻ നിൽക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വിട്ടു പോകുന്നത്? പിന്നെ എനിക്കൊരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മോളുടെ കല്യാണ നിശ്ചയമൊക്കെ ആയിരുന്നേ. പിന്നെ എൻ്റെ ഫോണിനൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ വന്ന്, അത് കാരണമാണ് കേട്ടോ ഞാൻ ഇത്രയും വൈകിയതൊക്കെ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു കല്യാണം എന്ന് കേൾക്കുമ്പോൾ അത് ഭയങ്കര ഒരു തിരക്ക് ഉള്ള ഒരു കാര്യമാണല്ലോ. പ്രത്യേകിച്ച് അവൾ എൻ്റെ വീട്ടിലാണ് 1 വർഷമോളം അവൾ നിന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്കൊരു കല്യാണക്കാരൻ വന്നത്. ഒരു ബ്രോക്കർ വഴിയായിട്ടൊക്കെ വന്നതാണ് കേട്ടോ. അങ്ങനെ അവരെ വീട്ടിൽ വന്നിരിക്കുകയാണ് പെണ്ണിനെ കാണാനൊക്കെ. അങ്ങനെ അവൾ ഇവിടെ വന്നിട്ട് 2 ദിവസമായി. അപ്പോൾ അവൾ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അവൾക്ക് ഭയപ്പാടും കരയണമെന്നോ എന്തോ ടെൻഷനൊക്കെയാണ്. അപ്പോൾ അവൾ വന്ന് നിൽക്കുകയാണ്. അവളുടെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞതാണ്, ഇതൊരു രണ്ടാമത്തെ കല്യാണമാണ്. എന്തായാലും ഒരു 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കല്യാണത്തിന് അവൾ തയ്യാറെടുപ്പിലൂടെ നിന്നത് കേട്ടോ. അവൾക്ക് കല്യാണമൊന്നും വേണ്ടെന്നും പറഞ്ഞ് വരുന്ന കല്യാണമൊന്നും അവൾ വേണ്ട വേണ്ടെന്ന് പറയുമായിരുന്നു. ലാസ്റ്റ് ഞങ്ങളെല്ലാവരും പറഞ്ഞു, ചേച്ചിയുടെ കാലം കഴിഞ്ഞാൽ നിന്നെ ആര് നോക്കാനാണ്? അവർക്കൊക്കെ ആങ്ങളെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉത്തരവാദിത്വവും കാര്യങ്ങളൊക്കെ ഇല്ലേ, നിന്നെ നോക്കാൻ ഒരാൾ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അനീഷ് എന്ന് പറഞ്ഞ ഇടുക്കിയിലുള്ള ഒരു ചെറുക്കൻ അവൾക്ക് ഒരു എന്താ പറയുക കാണാനായിട്ട് വന്നത്. അങ്ങനെ അവർക്ക് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. അവർ ക്ഷീണിച്ചൊക്കെ വന്നതല്ലേ, ഒത്തിരി ദൂരം യാത്രയൊക്കെ ചെയ്തൊക്കെ വന്നതല്ലേ, അവൾ പേടിയൊക്കെ മാറ്റി ഏതായാലും ധൈര്യം ഭവിച്ചുകൊണ്ടൊക്കെയാണ് അവൾ വന്ന് വെള്ളമൊക്കെ കൊടുത്തത്. എങ്കിലും ഒരു ചമ്മലൊക്കെ ഉണ്ട് മുഖത്ത്, വേറൊന്നുമല്ല. എൻ്റെ കല്യാണം 2ാം കല്യാണമല്ലേ എന്നൊക്കെ വിചാരിച്ച്. അവൾ വളരെ ചെറുപ്പത്തിലൊരു കല്യാണമൊക്കെ കഴിച്ചതാണ്. 2 കുട്ടികളൊക്കെ ആയപ്പോഴാണ് അവളുടെ ഹസ്ബൻഡ് മരിച്ചത്. ഇപ്പോൾ ഈ പാട്ട് പാടുന്ന ചെറുക്കനുണ്ടല്ലോ, അവന് ഒരു 17 ദിവസം ഉള്ളപ്പോഴാണ് അവളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയത്. അങ്ങനെ അവൾ ഈ കുഞ്ഞുങ്ങളെ 2 പേരെയും ചേച്ചിയും അവളും കൂടി വളർത്തുകയായിരുന്നു. കുഞ്ഞുങ്ങൾ വളർന്ന് ഇപ്പോൾ 16, 17 വയസ്സൊക്കെ ആയി. എങ്കിലും അവർക്ക് കല്യാണത്തിന് ഒരു തടസ്സം നിൽക്കാനൊന്നും തോന്നിയില്ല. അമ്മയുടെ ഒരു ജീവിതമല്ലേ എന്ന് വിചാരിച്ച് അവർ സമ്മതിക്കുകയാണ് ചെയ്തത്. അതുപോലെ എല്ലാവർക്കും പൂർണ്ണ സമ്മതത്തോടു കൂടെ കല്യാണം നമുക്ക് നോക്കാം, ചെറുക്കൻ്റെ വീടും പരിസരങ്ങളും എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കാമെന്നും വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇടുക്കിക്ക് പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെയാണ് ഇറങ്ങിയത്, 7 മണിയായപ്പോൾ. ഏതായാലും ഒരു 10:30 മണിയായപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ഇരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒത്തിരി ഫുഡുകളൊക്കെ ഉണ്ടായി. അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മസാല ദോശയൊക്കെയാണ് കഴിച്ചത്. എന്തായാലും ഇവിടെ നിന്ന് എത്തുമ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ കഴിയുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് ചെറുക്കൻ്റെ വീട്, പരിസരമൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. ഇത്തിരി പൊക്കവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റോഡ് വലിയ കുഴപ്പമില്ല, ഞങ്ങൾ കയറി വന്നവരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പൊക്ക സ്ഥലമൊക്കെ ആയിരുന്നു. ആദ്യമായിട്ടൊക്കെ അല്ലേ എന്ന് വിചാരിച്ചു, പക്ഷെ ഞങ്ങൾ അതിലേക്ക് കയറിയൊക്കെ വന്ന്. ഇപ്പോൾ ഏതായാലും നല്ല വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ, പിന്നെ സ്നേഹമുള്ള ആൾക്കാരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്തായാലും നമ്മൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട്, എല്ലാവരുടെയും പെരുമാറ്റ രീതികളും എല്ലാം കണ്ടപ്പോൾ. ഇതാണ് സൗമ്യ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയാണ്. അപ്പം എന്താ പറയുക, നല്ല രീതിയിലൊക്കെ നമ്മളോട് ചിരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. നല്ല കോമഡിയൊക്കെ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഇഷ്ടം തോന്നി. ഏതായാലും ഞങ്ങൾ കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അങ്ങനെ കുറച്ച് സമയം അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏതായാലും ഒരു 12 മണിയോടൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഏതായാലും ഇനി നേരത്തെയൊക്കെ പോകേണ്ടതാണ്. എന്തായാലും അവരവിടെ ഫുഡൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അവരുടെ മുറ്റത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. ഏതായാലും അപ്പം പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏലകൃഷിയും പിന്നെ കുരുമുളക് കൃഷിയൊക്കെയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും അത്യാവശ്യം ഞങ്ങൾ നോക്കിയപ്പോൾ ഏലക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നതൊക്കെ കണ്ടായിരുന്നേ. അവരുടെ ബന്ധുക്കളും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ, അത് ഇപ്പുറത്തെ കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പട്ടീനെ പോയി കണ്ടായിരുന്നു. അടുത്തൊക്കെ പോയി നിന്നില്ല, മാറി നിന്ന് കണ്ടത്. ആ പട്ടി കടിക്കുമെന്നൊക്കെ പറഞ്ഞു പേടിയായി. എന്തായാലും നല്ല സ്നേഹമുള്ള പട്ടിയൊക്കെയാണ് എന്നൊക്കെ അയാൾ പറഞ്ഞേ.
അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് വേണ്ട, സ്നേഹം കൂടിയാൽ ചിലപ്പോൾ കടിച്ചാലോ എന്ന് ഓർത്ത് ഞങ്ങൾ മാറി നിന്ന്. അപ്പോൾ അത്യാവശ്യം അവിടെ നിന്ന് സംസാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനീഷിനെ വിളിച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു കേട്ടോ. ആരും ആരും കേട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചത് വേറൊന്നുമല്ല, ഇവൾക്ക് 2 കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഏതായാലും അനീഷിന് അവളെ ഇഷ്ടമായോ, അവളോട് ചോദിച്ചു നിനക്ക് ഇഷ്ടമായോ. ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെയൊക്കെ നമ്മൾ വന്നതല്ലേ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ അനീഷ പറഞ്ഞായിരുന്നു, എനിക്ക് എൻ്റെ പപ്പ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്, അപ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ പ്രയാസങ്ങളും കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞായിരുന്നേ. എന്തായാലും അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുട്ടികളോട് ചോദിച്ചു ഇത് പപ്പയായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് സന്തോഷമായി. എന്ത് തന്നെയായാലും ചേച്ചിയാണ് കുട്ടികളെയൊക്കെ വളർത്തുന്നത്, അവരെന്തായാലും എങ്ങും പോവില്ല ചേച്ചിയുടെ അടുത്തുനിന്ന്. അങ്ങനെയൊക്കെ അവർ ചേച്ചിയുടെ അടുത്ത് തന്നെയൊക്കെ നിൽക്കും. ഇവളേതായാലും എൻ്റെ വീട്ടിൽ വന്ന് 1 വർഷമൊക്കെ നിന്നത് വേറൊന്നുമല്ല കേട്ടോ, ആങ്ങളയുടെ കുട്ടിയൊക്കെ ചെറുതാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓൺലൈൻ വഴിയാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ വീട്ടിലേക്കൊക്കെ വന്നത്. അപ്പോൾ ഞങ്ങൾ പോരാൻ നേരം ഇപ്പോൾ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞു, ഉമ്മ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു തിരിച്ച് അമ്മക്ക് ഒരു ഉമ്മ കൊടുക്കുമെന്ന് പറഞ്ഞു, മോൾക്ക് കൊടുക്കുന്നു അങ്ങനെ പറഞ്ഞ് 2 പേരും അങ്ങും ഇങ്ങോട്ട് ഉമ്മ കൊടുത്തു. അപ്പോൾ ഈ അമ്മേനോട് ഞാൻ പറഞ്ഞു, അമ്മ ശരിക്കും ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖമൊക്കെ മാറി.